സാർ നമസ്കാരം. നമസ്കാരം. ഞങ്ങളെ പോലെ കുറച്ചുപേര് പുതുതായിട്ടുണ്ട്. അപ്പൊ ഈ സംഗതി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താ നമുക്ക് ശരിക്കും അറിയില്ല. അപ്പൊ ഒന്ന് അതും കൂടെ കെയർ ചെയ്ത് എങ്ങനെ പുതുതായിട്ടുള്ളവരെ കൂടെ കെയർ ചെയ്തോണ്ടൊന്ന് സംസാരിച്ചാലേ വലിയ ഉപകാരമായിരുന്നു. എന്നാൽ ആ ചോദ്യത്തിനൊരു മറുചോദ്യം ആ ചോദ്യത്തിനൊരു മറുചോദ്യം ശങ്കരാചാര്യരോട് ചോദിച്ച പോലെ, ജീവിതത്തിലാണോ പുതിയത്, ഈ ക്ലാസ്സിലാണോ പുതിയത്? ഈ ക്ലാസ്സില് നീ കൈയിട്. ഈ ക്ലാസ്സിലാണെങ്കിൽ ഇവിടെ എല്ലാ ദിവസവും പുതിയതാണ്. ഇവിടെ ഒരു കണ്ടിന്യൂറ്റിയും ഇല്ല. ഇന്നലെ പറഞ്ഞതിന് ഒരു ബന്ധവുമില്ല. ഇന്ന് പറയുന്ന ഒരു ബന്ധവുമില്ല. നാളെ പറയുന്നത് ഇതിങ്ങനെ ഓരോ ദിവസവും പുതിയ ക്ലാസ്സാണ്. അതുകൊണ്ട് ഇവിടെ ആർക്കും എല്ലാവരും പുതിയതാണ്. ഞാനും പുതിയതാണ്, നിങ്ങളും പുതിയതാണ്. ഞാനും ഇവിടെ സംസാരിക്കുന്ന പുതിയ കാര്യം ഇന്നലെ സംസാരിച്ച കാര്യമല്ല. അതുകൊണ്ട് ഡോൺ വറി, അവിടെ സ്വസ്ഥമായിട്ടിരുന്നോളൂ. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് ഇവിടെ ലഭിക്കും കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ക്ലാസ്സിൽ വന്ന സന്തോഷം. ഇവിടെ എല്ലാ ദിവസവും അങ്ങനെയാണ്. ഒരു കണ്ടിന്യൂഷൻ ക്ലാസ് അല്ല. ഞാൻ പറഞ്ഞത് സിമ്പിൾ ആയിട്ടാണ്. ഒരു കണ്ടിന്യൂഷൻ ക്ലാസ് അല്ല ഇത്. എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യം പറഞ്ഞുകൊണ്ട് പോകുന്ന ക്ലാസ് കേട്ടോ. ഡോണ്ട് വറി. താങ്ക് യു. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാല്, പുതിയതെന്ന് പറയുമ്പോൾ വെറുതെ തമാശക്ക് ചോദിച്ചാട്ടോ, വേറെ ഒന്നല്ല. ഒരു ഫണ്ണി ചോദ്യം ചോദിച്ചാട്ടോ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ജസ്റ്റ് വിൽ ഗോ ടു ദ ക്ലാസ് നൗ. റൈറ്റ്? ഇല്ല. വൺസ് അഗൈൻ ഓക്കെ. ഗുഡ് ഈവനിങ് എവരിവൺ ആൻഡ് ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ യൂട്യൂബ് വ്യൂവേഴ്സ്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും ശുഭചിന്തകളോടും കൂടിയുള്ള ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും തുടക്കമാണ്. ഓരോ ദിവസവും ജീവിതത്തിലെ പുതിയ ദിവസമാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ലഭിക്കുന്ന പുതിയ പുതിയ അനുഗ്രഹങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇന്നലെയോ കഴിഞ്ഞു പോയി, അത് നമുക്ക് ആർക്കും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. നാളെയോ നമുക്കറിയില്ല. ഇന്ന് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഇന്നിനെ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ, ഇന്നിനെ പൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കാന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഇന്നിനെ പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ, ഇന്നിൽ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഏകാത്മകമായി പോകാൻ സാധിച്ചാൽ, ഒന്നായി തീർന്ന് സാധിച്ചാൽ, നമുക്ക് കുറ്റബോധം, ഉത്കണ്ഠ, ആകാംക്ഷ, അമിത ചിന്ത, ദേഷ്യം, വിദ്വേഷം എന്നിവ ഒന്നുമില്ലാതെ പൂർണ്ണമായും സഹകരണത്തോടെ, പൂർണ്ണമായ കാരുണ്യത്തോടെ, പൂർണ്ണമായ സ്നേഹത്തോടെ നമുക്ക് നമ്മളിലേക്ക് എത്താൻ സാധിക്കും. എപ്പോഴാണോ ഞാൻ എന്നിലേക്ക് എത്താൻ തുടങ്ങുന്നത്, എന്നാണോ ഞാൻ എൻ്റെ ആത്മാന്വേഷണം ആരംഭിക്കുന്നത്, എന്നാണോ ഞാൻ എൻ്റെ ആത്മാവിനോട് താതാത്മ്യപ്പെടാൻ സാധിക്കുന്നത്, എന്നാണോ ഞാൻ എൻ്റെ ആത്മാവും ശരീരവും മനസ്സും ഒന്നായി മാറാൻ എനിക്ക് സാധിക്കുന്നത്, അന്നു മുതൽ ഞാനായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ബുദ്ധിയാവാം, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ മനസ്സാവാം, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ആത്മാവാകാം. ഇതെല്ലാം അപ്പുറത്ത് ഞാൻ എന്ന് പറയുന്ന ഈ ഭയങ്കരപ്പെട്ട ശരീരമാകാം. യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല നമ്മളല്ലേ. ഇതിനേക്കാളും അപ്പുറത്ത് എന്തോ ഒന്നാണ് നമ്മൾ. നമുക്കോ ശാസ്ത്രത്തിനോ ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ആരാണെന്നല്ലേ. പക്ഷെ ഒരു കൺക്ലൂഷൻ മാത്രമേ ഇതുവരെ നിർവചിക്കപ്പെട്ടിട്ടുള്ളൂ. ഞാൻ എന്ന് പറയുന്നതിൻ്റെ ഉത്തരം ആത്മാവും ശരീരവും മനസ്സും ദൈവവും കൂടിച്ചേർന്ന് പ്രവർത്തിക്കുക. ദൈവം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് യൂണിവേഴ്സ് പവർ, സംതിങ്, വാട്ട് എവർ യു കോൾഡ് ഇറ്റ്. ഐ ഡോണ്ട് ഹാവ് എനി വേ ടു സേ ദാറ്റ്. ഇത് നാലും എന്നാണോ ചേരുന്നത്, അപ്പോൾ നമ്മൾ ഫോർത്ത് ഡയമെൻഷനിലെത്തും. ആ ഫോർത്ത് ഡയമെൻഷനാണ് ശിവോഹം. ദാറ്റ്സ് കറക്റ്റ്. ദ ശിവോഹം എന്ന് പറയുന്ന, ഭാരതത്തിലാണ് ഇത് പറയുന്നത്. ശിവോഹം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സോൾ ഓഫ് ദ വേൾഡ്. അതുമായി നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഞാനെന്ന് പറയുന്നത്. എൻ്റെ പുസ്തകത്തിൽ മനസ്സ് ഒരു വിസ്മയം. അപ്പൊ പുതിയ ആൾക്ക് ചിലപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തേണ്ടി വരും അല്ലെ. കുറേ ദിവസം ഞാൻ എന്നെ പറ്റി ഒന്ന് പറഞ്ഞിട്ടല്ലേ, അതൊന്ന് പറയണ്ടേ?
ഇപ്പൊ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് എനിക്ക് അത്യാവശ്യം ഉണ്ടാവണമെന്നില്ല, എന്നാലും ഞാൻ എന്നെ പറ്റി ഒന്ന് പറയാം അല്ലേ. കുറേ ദിവസമായി പറഞ്ഞു, ഞാനൊന്ന് ഓർത്തു നോക്കട്ടെ ഞാൻ ആരാണെന്ന് അല്ലേ. എൻ്റെ പേര് ദിനേശ് മുങ്ങത്ത് എന്നാണ്. ഞാൻ UAE നിന്നുള്ള ഒരു സംരംഭകനാണ്, അതുപോലെ തന്നെ ഓതറാണ്, എഴുത്തുകാരനാണ്, അതുപോലെ ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ്. ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ് എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ, ഇതാണ് ഞാൻ എന്ന ഹാപ്പിനെസ് ലൈഫ് കോച്ച്. അതുപോലെ സക്സസ്ഫുൾ കോച്ചാണ്, ലോ ഓഫ് അട്രാക്ഷൻ സർട്ടിഫൈഡ് ട്രെയിനറാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ആകർഷിച്ച് എടുക്കുന്ന ഒരു മാഗ്നറ്റ് കോച്ചാണ് എന്നുള്ളതാണ്. പിന്നെ വേറെന്താ പറയുക, ഒരു അച്ഛനാണ്, ഭർത്താവാണ്, അങ്ങനെയൊക്കെ. പിന്നെ ഇതുപോലെ പ്രാസംഗികനാണ്, എങ്ങനെ വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ളതൊക്കെ XYZ, ലീവ് ഇറ്റ് ഫോർ ദ സൊസൈറ്റി. ഞാൻ അത്രയും സിമ്പിളായിട്ടുള്ളത്. എൻ്റെ നാട് കാസർഗോഡ് ജില്ലയിലാണ് എന്ന് മാത്രം ഇപ്പോഴെടുക്കുന്നു. എൻ്റെ ഒരു പുസ്തകം ഇതാണ്, മനസ്സ് ഒരു വിസ്മയം എന്ന് പറയുന്ന പുസ്തകം. ഇന്നത്തെ സബ്ജക്റ്റ് ഇതല്ല, സബ്ജക്റ്റിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട് സബ്ജക്റ്റ് എന്താണെന്ന്. ഇപ്പോൾ തുടങ്ങി വെച്ച് മാറരുതെന്നുണ്ട്. ഇതിൽ ഇപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്, ഞാൻ ആരാണ് എന്നുള്ളൊരു അന്വേഷണം ഇതിനകത്ത് തുടങ്ങുന്നുണ്ട്. ആ അന്വേഷണത്തിൽ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, യുഗങ്ങളായി കാലങ്ങളായി മനുഷ്യൻ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ആരാണ്, ഹൂ ഐ ആം, ഹൂ ആം ഐ എന്ന് പറയുന്ന ചോദ്യം. ഉത്തരമോ ആർക്കും ലഭിക്കുന്നതേയില്ല. പക്ഷേ ആത്മാന്വേഷിക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഉത്തരമാണ് ഞാൻ ആരാണെന്ന് മാത്രം പറഞ്ഞു ഇന്നത്തെ ദിവസത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. താങ്ക് യു ഓൾ, ഹാവ് എ വണ്ടർഫുൾ ഡേ. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് ഇപ്പോൾ നവരാത്രി വ്രതം തുടങ്ങിയിരിക്കുകയാണല്ലേ, എല്ലാവർക്കും അറിയാലേ. ഇന്ന് 2-ാം ദിവസമാണ് നവരാത്രി വ്രതം. അപ്പൊ അതിന് മഹാത്മ്യത്തെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, അത് ഓരോ ആളുടെയും ഓരോ തത്വചിന്തയായി മാറുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട, എന്നാൽ എല്ലാവരും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ പറയൂ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട വിഷയത്തിന്റെ പേരെന്താണെന്ന് പറയൂ. ഏത് വിഷയമാണ് സംസാരിക്കുന്ന പേര് ടൈപ്പ് ചെയ്യൂ, ആ സാധനം തന്നെ ടൈപ്പ് ചെയ്യൂ. ഐ ലവ് ബാക്കി ആ സാധനം, ഐ ലവ് ബാക്കി സാധനം, ഐ ലവ് ബാക്കി സാധനം. എന്താണ് ആ സാധനം? ഉണ്ട് ഐ ലവ് എന്ന് വെച്ച് പറയണം. ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഐ ലവ്, ഇവിടെ യെസ് യെസ് യെസ്, അതെല്ലാവരും ടൈപ്പ് ചെയ്യണം. ഇത് എത്ര വരുന്നു നോക്കട്ടെ കേട്ടോ. ഐ ലവ് മണി, ഐ ലവ് മണി. യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവരും താഴെ ഒന്ന് ടൈപ്പ് ചെയ്തേക്കണേ, ഐ ലവ് മണി. ഒന്ന് എല്ലാ യൂട്യൂബ് വ്യൂസും ടൈപ്പ് ചെയ്യുക മാത്രമല്ല, ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓർക്കണം, ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തണം. ഇത്രയും കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് സ്പാം ആയി പോവില്ല. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. രാവിലെ ഈ ക്ലാസ് നിങ്ങളുടെ കയ്യിലെത്തും അല്ലേ. ഇപ്പൊ മറക്കരുത്, ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായി വാച്ച് ചെയ്യുന്നൊരു വളരെ സന്തോഷപൂർവമായ ഒരു കാര്യമുണ്ട്. പലർക്കും ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവരെല്ലാവരും അവരുടെ കുടുംബത്തിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് അയച്ചു കൊടുക്കും, അച്ഛൻ മക്കൾക്ക് അയച്ചു കൊടുക്കുന്നു, ഭാര്യ ഭർത്താവിന് അയച്ചു കൊടുക്കുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്നു, അമ്മ മരുമകൾക്ക് അയച്ചു കൊടുക്കുന്നു, മരുമകൾ ഭർത്താവിന് അയച്ചു കൊടുക്കുന്നു, ഭർത്താവും വീട്ടിലെല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു. ആ കാര്യം ഇത് പലരും എന്നോട് വിളിച്ചും പറയുന്നുണ്ട്, ഇങ്ങനെ അറിയുന്നുമുണ്ട്. അപ്പോൾ ഏറെ സന്തോഷമാണ്. എല്ലാ കുടുംബസമേതം ഇപ്പം നമ്മുടെ കൊച്ചി പ്രോഗ്രാമിൽ പല ആൾക്കാരും കുടുംബസമേതം പങ്കെടുക്കുന്നു. മറ്റു ചിലർക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ജർമ്മനിയിലും ഇറ്റലിയിലും UAE-യിലും ഉസ്ബെക്കിസ്ഥാനിലും സൗദി അറേബ്യയിലും ഒക്കെയുള്ള ആൾക്കാർ, അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ മക്കളെയോ ഭാര്യയോ ഒക്കെ അവിടേക്ക് പറഞ്ഞയക്കുന്നു. കാരണം സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തേ പറ്റുള്ളൂ എന്ന് പറയട്ടെ. ഇത് ഏറെ സന്തോഷം. എന്നെ പോലുള്ള ഒരാളെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡാണത്. എനിക്ക് ജനം നൽകുന്ന ഒരു അവാർഡായിട്ടാണ് ഞാനിത് കരുതുന്നത്. കാരണം വെച്ചാൽ അവർക്ക് എത്താൻ പറ്റാത്ത കുടുംബം വന്ന് നിങ്ങളെങ്കിലും പോകൂ. ഇന്നൊരു മകൻ നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അമ്മയാണ് നിങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്, പക്ഷേ അമ്മ അയച്ചു തന്ന ലിങ്ക് കയറിയപ്പോൾ തോന്നി എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കൊച്ചി ക്ലാസ്സിൽ ഉണ്ടാവും സാറേ എന്ന് ചെറിയ പയ്യൻ.
ഒരു മെസ്സേജ് അയച്ചു. ഏറെ സന്തോഷമാണ്. കാരണം ഇങ്ങനെയാണ് നമുക്ക് വലിയ റിവാർഡ്സുകൾ കിട്ടുക. ഏറെ സന്തോഷം. യെസ് മണി. അപ്പോൾ ഏറെ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പണം എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. താല്പര്യമുള്ള വിഷയമല്ലേ എല്ലാവർക്കും? 200 ആൾക്കാർ ഇവിടെ ഈ ലൈവ് സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. പണം എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയാം. ഇതേ സംഭവം ഇതുപോലെയല്ല, വളരെ വിശദമായി വളരെ വ്യക്തമായി എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാമെന്നാണ് കൊച്ചിയിൽ പഠിപ്പിക്കുന്നത്. കൊച്ചി പ്രോഗ്രാമിൽ ഇരുത്തിക്കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കും. നിങ്ങളുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ ഈ പണം, നിങ്ങൾക്ക് ആവശ്യമായ പണത്തെ, പലരും പറയുന്നു ദൃശ്യവൽക്കരണം സാധ്യമാകുന്നില്ല, വിഷ്വലൈസേഷൻ സാധ്യമാകുന്നില്ല പണത്തെ പറ്റിയിട്ട്. അവിടെ ഇരുത്തിക്കൊണ്ട് നിങ്ങളുടെ ചെവിയിലേക്ക് ഞാൻ വന്നിട്ട് പറഞ്ഞു തരും. ഇങ്ങനെ ചെവിയിനകത്തോട്ട് വന്നിട്ട് പറയും, സ്പന്ദനമുണ്ടാക്കും നിങ്ങളുടെ ചെവിയിൽ. എന്നിട്ട് പറയും മണി ഇങ്ങനെയാണ് മാനിഫെസ്റ്റ്. മണിയെ നിങ്ങളുടെ പിക്ചറിൽ കൊണ്ടുവരുന്ന മാനിഫെസ്റ്റേഷൻ പ്രക്രിയയാണ് കൊച്ചിയിൽ നമ്മൾ 13-ാം തീയതി വെക്കുന്നത്. നിങ്ങൾ ആൾക്കാർ, ഞാനിപ്പോഴും ഇപ്പോഴും വെയിറ്റ് ചെയ്യാണ്. കുറേ ആൾക്കാർ ഇനിയും വരാനുണ്ട്. അവരെല്ലാവരും ഇന്നും നാളെയും കൊണ്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം നാളെ ഉള്ളൂ. ഇന്നും നാളെ യൂട്യൂബ് വീഡിയോ കാണുന്നവർ പെട്ടെന്ന് തന്നെ ഞാൻ ഇതിൻ്റെ താഴെ നമ്പർ കൊടുത്തേക്കാം. ഈ വീഡിയോൻ്റെ താഴെ തന്നെ എഴുതി വരും. ഇതിൽ നമ്പറിൽ വിളിക്കുക, കൺഫേം ചെയ്യുക. ഫീസ് എന്ന് പറയുന്നത് 5000 റുപ്പീസ് മാത്രമാണ് ഫീസ് ഉള്ളത്. ഒരു ദിവസം രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയുള്ള സെഷൻസ് ആണ്. അത്രയും ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ്. ഞാൻ അത്രയും അത്രയും ആകാംക്ഷയോടെയാണ് വരുന്നത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യണം. പക്ഷെ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഈ 5000-ന്റെ 10 മടങ്ങ് നിങ്ങളുടെ കയ്യിലെത്തുമെന്നുള്ള ഗ്യാരണ്ടി ഞാനാണ്. അതുപോലെ തന്നെ പണമില്ല എന്ന് വിചാരിക്കുന്നവര് ഇത് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തോളൂ, നിങ്ങൾക്ക് കാശ് വന്നിരിക്കും എന്നുള്ള മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾക്ക് വർക്ക് ചെയ്യുമെന്ന് ഉറപ്പിക്കണം. ഫീ ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. മലപ്പുറം ഭാഗത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധ്യമല്ല. ഞാൻ എല്ലായിടത്തും അവൈലബിൾ ആണ്. നിങ്ങൾ വിളിച്ചാൽ മലപ്പുറത്തും ഞാൻ വരാം, ആൾക്കാരുണ്ടെങ്കിൽ കോഴിക്കോടും ഞാൻ വരാം, കണ്ണൂരും വരാം, കാസർഗോഡും വരാം, തിരുവനന്തപുരത്ത് എല്ലായിടത്തും വരാം. നമുക്ക് ആ ഒരു ഓഡിയൻസിന് അവിടെ കിട്ടിയാൽ മതി. എനിക്ക് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല. ഓഡിയൻസ് ഉണ്ട്, ഞാൻ എവിടെയും വരാൻ തയ്യാറാണ്. ഇപ്പൊ ജർമ്മനിയിലോ ഇറ്റലിയിലോ UK-ലോ US-ലോ ഒക്കെ പറഞ്ഞോളൂ, ഐ ആം റെഡി ഫോർ ഇറ്റ്. കാരണം ഇത് എല്ലാവരിലും എത്തണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി, ഒരു ഇതുണ്ട്. സർ, ദോസ് ഹു ആർ അറ്റ് ഹോം ഫോർ ദം, അതിനിപ്പോ ഞാൻ എന്താ മറുപടി വരിക? അതിനല്ലേ ഞാനിവിടെ ഈ ക്ലാസ് തരുന്നത്, വീട്ടിലിരിക്കുന്നത്. പക്ഷെ അന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് വേറെ ആർക്കും കിട്ടില്ല, അവിടെയുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അത് ഒരു സൂമിലും തരില്ല, ഒരു റെക്കോർഡും തരില്ല. അത് അവർക്ക് മാത്രം ഡെഡിക്കേറ്റ് ആയി കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് വീട്ടിലിരിക്കണ്ട, ചാടിക്കോ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ. മണി വേണമെങ്കിൽ ചാടിക്കോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അഡ്മിൻ്റെ നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. നാളെ ഈ വീഡിയോന്റെ താഴെ മിനിമം എത്ര പേര് വേണമെന്നൊന്നുമില്ല അനീഷ, അങ്ങനെ ഒരു കണ്ടീഷൻസ് ഇല്ല. നമുക്ക് ആ ഫൈനാൻഷ്യൽ മീറ്റ് ചെയ്യണ്ടേ, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരാൾക്ക് 2 ആൾക്കൊന്നും ഇപ്പം ഞാൻ ഇവിടുന്ന് UAE നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നാൽ മുതലാവില്ലല്ലോ. അത്രയേ ഉള്ളൂ. സ്മിത ഇപ്പോഴും പറയുന്നു, സ്മിത ബാംഗ്ലൂരിൽ നിന്ന് ലേറ്റ് ആയിട്ടില്ല, ട്രെയിൻ കയറിക്കോ. ഒട്ടും ലേറ്റ് ആയിട്ടില്ല. നിങ്ങൾ 4 പേരും, അമ്മയും അച്ഛനും വൈഫ്, നിങ്ങളും 2 മക്കളും കയറിക്കോ, നോ പ്രോബ്ലം. നമുക്ക് അത്രയും സൗകര്യം ഉണ്ട് അവിടെ. ഓക്കെ, അവിടെ പോയി. എൻ്റെ മൗസിന് എന്താ പറ്റിയെന്ന്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. വീണ്ടും പോയത് യെസ്, താങ്ക് യു പ്രസീത വിശ്വനാഥ്. മലപ്പുറം കൊണ്ടുവരും സാറിനെ. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ അഡ്മിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. അഡ്മിൻ നമ്പർ തരും, അല്ലെങ്കിൽ അഡ്മിൻ നമ്മൾ കോണ്ടാക്ട് ഓപ്ഷൻ വെക്കും, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം അല്ലേ? എവരിബഡി റെഡി ഫോർ ഇറ്റ്? നൗ സ്റ്റാർട്ട് ടൈപ്പിംഗ്. റെഡി? സ്റ്റാർട്ട് ടൈപ്പിംഗ്. റെഡി? റെഡി. ഐ എം ഹാപ്പി ആൻഡ് റെഡി. ഇത് രണ്ടും മറക്കരുത്. നേരത്തെ ടൈപ്പ് ചെയ്തവരൊക്കെ ഉണ്ട്, എന്നാലും ഞാനത് ടൈപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി
നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞു പോകുന്നതല്ലേ നല്ലത്. ആദ്യം ഞാനൊരു വ്യക്തിയുടെ കഥ പറയാം ആദ്യം കേട്ടോ. ഇത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വ്യക്തിയെ പറ്റിയിട്ട് നിങ്ങൾ വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് പലരും ജീവിതത്തിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്നവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ലോക പ്രശസ്തനായ റോക്ക് ഫെല്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. റോക്ക് ഫെല്ലർ എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് പറയുന്നത്. 53 വയസ്സിൽ തീരെ അവശനും പടുകിഴവനുമായി മരണത്തിൻ്റെ വക്കിലെത്തിയ ഒരു മനുഷ്യന്റെ കഥ. 53 വയസ്സിൽ ഇനി മാക്സിമം ജീവിച്ചാൽ 1 വർഷമേ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ എഴുതി തള്ളിയ ഒരു വ്യക്തിയുടെ കഥയാണ്. ആ വ്യക്തി മരിച്ചത് എത്രാമത്തെ വയസ്സിലാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 53 വയസ്സിൽ 1 വർഷം കൂടി ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞ് പടുകിഴവനായ, ഒരു രോമം പോലും ശരീരത്തിലില്ലാത്ത ഒരു അപൂർവമായ അസുഖത്തിനുടമയായ മനുഷ്യൻ 97 വയസ്സ് വരെ എങ്ങനെ ജീവിച്ചു എന്നത് ഒന്ന് മനസ്സിലാക്കണം. അവിടെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഈ പ്രക്രിയയുടെ പ്രധാനം എന്ന് മനസ്സിലാക്കണം. അമേരിക്കക്കാരനായ ജോൺ ഡി റോക്ക് ഫെല്ലർ എന്ന ലോകപ്രശസ്തനായ ഒരു കോടീശ്വരൻ, അദ്ദേഹത്തിന്റെ ജീവിതം വിസ്മയകരമാണെന്ന് മാത്രമല്ല അനവധി ജീവിത മൂല്യങ്ങൾ ഉയർത്തി കാണിക്കുന്നതാണ്. അദ്ദേഹം ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു 33 വയസ്സുകാരനായിരുന്നു. 33 വയസ്സിൽ തന്നെ അയാൾക്ക് $10 ലക്ഷം ആസ്തി ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ കെട്ടിപ്പടുത്ത സാമ്രാജ്യം ബില്യൺസ് ഓഫ് ബില്യൺസിൻ്റെതായിരുന്നു. 53 വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു. പക്ഷേ അദ്ദേഹം 3 കാര്യങ്ങൾ മറന്നുപോയി. ഒന്ന്, എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ ചെയ്തതേയില്ല. രണ്ടാമത്തത്, ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി 1 നിമിഷം പോലും ചെലവഴിച്ചില്ല. ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ചു, ഏകാന്തപതികനായി ജീവിച്ചു. ആരെയും സ്നേഹിക്കുകയോ ആരുമായി സൗഹൃദമുണ്ടാക്കുകയോ ആരുമായിട്ടും ഒരു നല്ല ബന്ധം സ്ഥാപിക്കുകയോ ചെയ്തില്ല. അന്യരെ പറ്റിയിട്ട് ഒരു കരുതലും ഉണ്ടായില്ല. എപ്പോഴും ലാഭം 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 എന്നാലോചിച്ച് രാവും പകലും കഷ്ടപ്പെട്ട് അംഗരക്ഷകരുടെ സഹായത്തോടെ മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ. പക്ഷേ ഇതൊന്നും അത്ര കണ്ട് നമ്മുടെ പ്രകൃതി സത്യങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു, അസാധാരണമായ രോഗം. രോഗത്തിന്റെ പേര് അലോപിയ എന്നോ അങ്ങനെന്തോആണ്, ചെറിയൊരു സ്പെല്ലിംഗ് എനിക്കറിയില്ല കൃത്യമായിട്ട്. എന്താണ് രോഗം? ഇത്രയേ ഉള്ളൂ, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കില്ല. ആകെ കഴിക്കാൻ പറ്റുന്നത് എന്താണ്? പാലും പഴവും മാത്രമേ കഴിക്കാൻ പറ്റൂ. ഒരു സാധനം കഴിക്കാൻ പറ്റില്ല. ഉറങ്ങാൻ കഴിയില്ല. ഒന്നും കഴിയാത്ത അവസ്ഥ. ജീവിതം അതോടുകൂടി തീരുമാനമായി. ഇനി ജീവിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം കുറേ കാലങ്ങൾ, 1-2 വർഷങ്ങൾ അങ്ങനെ സമയം പോയി. അയാൾ കിടക്കയിലെത്തി. ദീർഘമായ ബിസിനസ്സൊക്കെ കുപ്പുകുത്തും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. എന്തായിരിക്കും അദ്ദേഹം തീരുമാനിച്ച കാര്യം എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അദ്ദേഹം തീരുമാനിച്ചു മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ഉദാത്തമായി സംഭാവന നൽകാൻ. യേശുക്രിസ്തു പറഞ്ഞ പോലെ, കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും. നല്ല അളവ് നേടി അത് ആരാണോ നന്നായി നൽകുന്നത് അവനിൽ നിറക്കപ്പെടും എന്ന് പറയില്ലേ? ഇത് മാത്രമാണ് പുള്ളി ചെയ്തത്. ആ ഒരൊറ്റ വാക്കിൽ ലോകത്തെ, അദ്ദേഹമാണ് പെൻസിലിൻ കണ്ടുപിടിക്കാൻ സഹായിച്ച വ്യക്തി. അദ്ദേഹമാണ് മലേറിയ നിവാരണത്തിനും ക്ഷയരോഗ നിവാരണത്തിനുമുള്ള വാക്സിൻ കണ്ടുപിടിക്കാനുള്ള എല്ലാവിധ ധനകാര്യപ്രവൃത്തിയും ചെയ്തത്. അങ്ങനെ അദ്ദേഹം
ഓരോ ദിവസവും മനുഷ്യ മനസ്സിലേക്ക് ഇറങ്ങി മാനിഫെസ്റ്റ് ചെയ്തു, എനിക്ക് ജീവിക്കണം, അത് മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടാവണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 97 വയസ്സ് വരെ ദൃഢകാത്തനായി ജീവിച്ചു എന്ന് കാലം തെളിയിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ യഥാർത്ഥ വശം ഇതാണ്: പണം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നൽകാൻ സാധിക്കുന്നവന് മാത്രമേ അത് വരികയുള്ളൂ എന്ന ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ആർക്കാണോ നൽകാൻ സാധിക്കുന്നത് അവനിൽ മാത്രമേ പണം ലഭിക്കുകയുള്ളൂ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം നൽകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പണം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രം ഓർത്തുകൊണ്ട് ഞാൻ ഈ സെഷൻസ് അവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി ഞാൻ വീണ്ടും മറ്റൊരു കാര്യത്തിലേക്ക് കടന്നു വരാം. ഇത് ഓർക്കുക, ഓരോ ആളും ഓർക്കുക. ആർക്കെങ്കിലും ഇത് തിരിച്ചറിവുണ്ടായെങ്കിൽ ജസ്റ്റ് ടൈപ്പ് യെസ് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന്. പണം നൽകാൻ ബുദ്ധിമുട്ടുന്നവർക്ക് 1 രൂപ കൊടുക്കൂ, നിങ്ങൾക്ക് 10 രൂപ ലഭിക്കും. 1 രൂപ കൊടുക്കാൻ ഇന്ന് എനിക്ക് സന്തോഷമായ ഒരു കാര്യമാണ്. ഒരാൾ എനിക്ക് ഗുരുദക്ഷിണയായിട്ട് 1 രൂപ തന്നു. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത് കേട്ടോ, വളരെ സന്തോഷം. 1 രൂപ തന്നു. അതെന്തുകൊണ്ട് ഞാൻ സ്വീകരിച്ചു എന്ന് വെച്ചാൽ, അത്രയും നൽകാനെങ്കിലും അവരുടെ മനസ്സ് വളർന്നല്ലോ എന്നുള്ള സന്തോഷമാണ്. ഇതിൽ ഒരുപാട് ആൾക്കാർ നമ്മൾ 101 രൂപ മാക്സിമം 101 രൂപയെ അയക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട്, ആകെ മാക്സിമം വന്ന ആൾക്കാരുടെ എണ്ണം ഒരു 100ഒക്കെയാണ്. അതിൽ കൂടുതൽ 100ഇല്ല, 80, 85 മറ്റോ ഉണ്ടാവും തോന്നുന്നു. ഞാനത് എണ്ണത്തിൽ പോകുന്നില്ല, അതിന്റെ ആവശ്യം ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത്.